എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷാജി മഞ്ചേരി. ഇന്ന് പുതിയ ഒരു രാമായണ കഥയുമായാണ് എത്തിയിരിക്കുന്നത്. രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളുടെ ഒരാളായ ലക്ഷ്മണനെ കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് വനവാസത്തിന് പോയപ്പോൾ ലക്ഷ്മണൻ ഊർമിളയെ കൂട്ടാതെ പോയത്? ലക്ഷ്മണനെ രാമൻ എങ്ങനെയാണ് കണ്ടിരുന്നത്? സഹോദരനായിട്ടാണോ പ്രജയായിട്ടാണോ? സീതയെ ഉപേക്ഷിക്കുവാൻ പറയുന്ന സന്ദർഭത്തിൽ ലക്ഷ്മണൻ പറഞ്ഞതെന്താണ്, ചെയ്തതെന്താണ്? ചിത്രവധ സമയത്ത് ലക്ഷ്മണൻ രാമനോട് ചെയ്തതെന്താണ്? രാമൻ എന്തുകൊണ്ടാണ് ലക്ഷ്മണനെ തൻ്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കിയത്? കുറേയധികം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ രാമായണ കഥാമൃതം. പ്രധാനമായിട്ടും ലക്ഷ്മണനെ കുറിച്ച് പറയുമ്പോൾ ലക്ഷ്മണന്റെ സഹോദര സ്നേഹത്തെക്കുറിച്ചും മറ്റുമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ലക്ഷ്മണൻ അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ അവതാരമായിട്ടാണ് ലക്ഷ്മണനെ അവതരിപ്പിക്കുന്നത്. അനന്തൻ എന്ന് പറയുന്ന സർപ്പത്തിന്റെ അവതാരമായിട്ട് അവതരിക്കുന്ന ലക്ഷ്മണൻ ഉള്ളത് കൊണ്ടാണ് രാമൻ ഉള്ളത്. അല്ലെങ്കിൽ രാമനോടൊപ്പം രാമന്റെ തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന അതേ ശക്തിയും ബലവുമുള്ള ഒരു കഥാപാത്രമാണ് പുരാണത്തിൽ ലക്ഷ്മണൻ എന്ന് കാണാം. എന്നാൽ പല സന്ദർഭങ്ങളിലും സഹോദര സ്നേഹത്തിൻ്റെ ഉത്തുംഗഭാവത്തിൽ നിന്നുകൊണ്ട് ജ്യേഷ്ഠനെ അനുസരിക്കുന്ന സ്നേഹമുള്ള അനുജനായിട്ട് മാറുന്നത് കാണാം. വനവാസകാലത്ത് രാമന്റെ ഒപ്പം ലക്ഷ്മണൻ കാട്ടിലേക്ക് പോകുമ്പോൾ ലക്ഷ്മണന്റെ അമ്മയായ സുമിത്ര ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം വളരെ പ്രസിദ്ധമാണ്. രാമായണത്തിലെ ഏറ്റവും മികച്ച ശ്ലോകമേത്, അല്ലെങ്കിൽ രാമായണത്തിലെ ഏറ്റവും ആശയസമൃദ്ധമായ ശ്ലോകമേത് എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ആ 4 വരികൾ. ലക്ഷ്മണനോട് പറയുന്നുണ്ട്, രാമം ദശരഥം വിദ്ധി, മാം ജനകാത്മജം വിദ്ധി, അയോധ്യാം അടവിയും വിദ്ധി, ഗച്ഛ താത ദാ സുഖം എന്നാണ് പറയുന്നത്. രാമനെ ദശരഥനായി കരുതുക, എന്നെ പോലെ സീതയെ കരുതുക, അയോധ്യയെ പോലെ വനത്തെ കരുതുക, പോയി സുഖമായി വരിക എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. രാമനെ ദശരഥനെ പോലെയും സീതയെ സുമിത്രയെ പോലെയും കരുതി തന്നെയാണ് ലക്ഷ്മണൻ വനവാസത്തിന് നടക്കുന്നത്, അല്ലെങ്കിൽ പോകുന്നത്. 14 വർഷവും വനവാസകാലത്ത് ഉറങ്ങാതെ, എല്ലാ രാത്രിയും ഉറങ്ങാതെ ജീവിച്ചൊരു കഥാപാത്രം ആരാണ് എന്ന് ചോദിച്ചാൽ അത് ലക്ഷ്മണൻ മാത്രമാണ്. ലക്ഷ്മണന്റെ മഹത്വത്തെക്കുറിച്ച് പലപ്പോഴും പലരും ചർച്ച ചെയ്യുന്നു. ഈ വനവാസത്തിന് 1ാമത്തെ ദിവസം രാമനും സീതയും ലക്ഷ്മണൻ കൂടെ രാത്രി ഇരിക്കുന്ന സന്ദർഭത്തിൽ വന്യമൃഗങ്ങളാലും രാക്ഷസന്മാരാലും ചുറ്റപ്പെട്ട പ്രദേശം. രാമന് സീതയ്ക്കും ഉറക്കം വരുന്നു. ലക്ഷ്മണൻ നിദ്രാദേവിയെ പ്രാർത്ഥിക്കുകയാണ്. നിദ്രാദേവിയെ പ്രാർത്ഥിച്ചിട്ട് ആവശ്യപ്പെട്ടത്, ഇനിയുള്ള 14 സംവത്സരവും എനിക്ക് രാത്രിയിൽ ഉറക്കം ഉണ്ടാവാതിരിക്കാൻ എന്നെ അനുഗ്രഹിക്കണമെന്നാണ്. നിദ്രാദേവിയുടെ അനുഗ്രഹത്താൽ 14 സംവത്സരം രാമന്റെ ഒപ്പം നിന്ന് ഉറങ്ങാതെ, ഒരു രാത്രി പോലും ഉറങ്ങാതെ ലക്ഷ്മണൻ തൻ്റെ സഹോദര സ്നേഹം കാണിച്ചു എന്നുള്ളതാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, പലപ്പോഴും ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന പല ഗുണങ്ങളുടെയും വിളനിലമായിരുന്നു ലക്ഷ്മണൻ എന്ന് നമുക്ക് കാണാം. ലക്ഷ്മണൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് വനവാസത്തിന് പോകുമ്പോൾ ലക്ഷ്മണൻ ഊർമിളയെ കൊണ്ടുപോകാത്തത് എന്ന ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ പലരും അതിൻ്റെ ഉത്തരം തേടി പോകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തരം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രാവണനുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. രാവണന്റെ പുത്രനായിട്ടുള്ള ഇന്ദ്രനെ ജയിച്ചവനായിട്ടുള്ള ഇന്ദ്രജിത്തിനെ കൊല്ലണമെങ്കിൽ 14 സംവത്സരം, 14 വർഷം ബ്രഹ്മചര്യാവ്രതമനുഷ്ഠിച്ച ഒരാളിന് മാത്രമേ കൊല്ലാൻ പറ്റൂ. അതിൻ്റെ കഥ ചുരുക്കി ഞാൻ പറയാം. ഇന്ദ്രജിത്ത് ഇന്ദ്രനെ പരാജയപ്പെടുത്തി ഇന്ദ്രനെ വരിഞ്ഞ് കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ ദേവന്മാരെല്ലാം കൂടെ സങ്കടത്തിലായി എല്ലാവരും കൂടെ ബ്രഹ്മാവിൻ്റെ അരികിലേക്ക് ചെന്നു.
ബ്രഹ്മാവിൻ്റെ പൗത്രൻ്റെ ആ സ്ഥാനമാണ് യഥാർത്ഥത്തിൽ ഇന്ദ്രജിത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രഹ്മാവിൻ്റെ ഒരു സ്നേഹം ഈ ഇന്ദ്രജിത്തിനോടുണ്ട്. എന്നാലും ദേവന്മാരുടെ പക്ഷത്ത് നിന്നാണ് ബ്രഹ്മാവ് പലപ്പോഴും പ്രവർത്തിച്ചിരുന്നത്. അസുരന്മാരോട് അത്ര വലിയ സ്നേഹമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്ദ്രജിത്ത് ഇങ്ങനെ ദേവേന്ദ്രനെ പിടിച്ചു കെട്ടി നിൽക്കുമ്പോൾ ബ്രഹ്മാവ് അവനെ അനുനയിപ്പിക്കുവാൻ വേണ്ടി ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? ആ വരം ഞാൻ തരാമെന്ന്. അപ്പോൾ ഇന്ദ്രജിത്ത് ചോദിക്കുന്നത് 2 വരമാണ്. ഒന്ന്, 14 സംവത്സരം ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ച ഒരു മനുഷ്യന് മാത്രമേ എന്നെ കൊല്ലാവൂ. രണ്ടാമത്തെ വരം ഈ മനുഷ്യനെ മാത്രമേ കൊല്ലാവൂ എന്നുള്ളതും. ഒന്ന്, 14 സംവത്സരം ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ചയാളും. 2, ഒരു മനുഷ്യനെ തന്നെ കൊല്ലാവൂ എന്നാണ്. ഈ ബ്രഹ്മാവിൻ്റെ വരം ലഭിച്ച ഇന്ദ്രജിത്തിനെ കൊല്ലാതെ ഒരിക്കലും രാമന് രാവണനെ കൊല്ലുവാനാവില്ല. എന്തുകൊണ്ടാണ് ഊർമിളയെ രാവണൻ്റെ വനവാസത്തിന് പോയപ്പോൾ ലക്ഷ്മണൻ കൊണ്ടുപോകാഞ്ഞത് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. പക്ഷേ ഈ ഉത്തരം എവിടെയും ചർച്ച ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നില്ല. മറ്റൊന്ന്, രാമൻ്റെ സഹോദര സ്നേഹത്തിനെ ലക്ഷ്മണൻ്റെ സഹോദര സ്നേഹത്തിനെ രാമൻ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ഈ ബ്രഹ്മചര്യാവ്രതവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശൂർപ്പണഖ രാമനെ ആദ്യം തേടി വരികയും ആ രാമനെ തേടി വരുന്ന സന്ദർഭത്തിൽ രാമൻ ശൂർപ്പണഖയെ സ്വീകരിക്കാതെ ലക്ഷ്മണൻ്റെ അരികിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുമ്പോൾ ലക്ഷ്മണൻ പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത്, എൻ്റെ ഭാര്യ ഊർമിള എനിക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് അയോധ്യയിൽ ഉറക്കമൊഴുത്തിരിക്കുകയാണ്, ഞാനപ്പോൾ എങ്ങനെയാണ് നിന്നെ സ്വീകരിക്കുക എന്ന് ചോദിച്ച് കളിയാക്കുന്നത്. അങ്ങനെയുള്ള ലക്ഷ്മണനെ പലപ്പോഴും രാമൻ കണ്ടിരുന്നത് പ്രജയായിട്ടാണോ സഹോദരനായിട്ടല്ല എന്ന് വെളിവാക്കുന്ന 2-3 സന്ദർഭങ്ങൾ പുരാണത്തിലുണ്ട്. അതും പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഒന്ന്, സീതയെ യുദ്ധത്തിന് ശേഷം വീണ്ടെടുത്തതിന് ശേഷം സീതയെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു കഴിയുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സീത ഗർഭിണിയാണ്. ആ അവസരത്തിലാണ് പ്രജകൾ അപവാദം പറയുന്നു എന്ന പേരിൽ രാമൻ സഹോദരന്മാരെ വിളിച്ചു കൂട്ടിയിട്ട് സീതയെ വനത്തിലല്ല, യഥാർത്ഥത്തിൽ ഗംഗാനദി കടന്ന് വാൽമീകിയുടെ ആശ്രമം കുടികൊള്ളുന്ന തമസാ നദിയുടെ തീരത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കാൻ പറയും. ഈ കഥ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കുന്നില്ല. അപ്പോൾ തമസാ നദിയുടെ തീരത്ത് ഉപേക്ഷിക്കാൻ രാമൻ ലക്ഷ്മണനോട് പറയുമ്പോൾ ലക്ഷ്മണൻ പറയുന്നത്, ഞാൻ അമ്മയെ കൊണ്ടുപോയി തമസാ നദിയുടെ തീരത്ത് ഉപേക്ഷിക്കില്ല എന്നാണ്. കാരണം ജ്യേഷ്ഠ ഭാര്യ അമ്മയാണ്, എനിക്ക് സീത അമ്മയാണ്, ഞാൻ ഉപേക്ഷിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ രാമൻ പറയുന്നത്, നിന്നോട് സംസാരിക്കുന്നത് ജ്യേഷ്ഠനല്ല, അയോധ്യയുടെ ചക്രവർത്തിയായ രാമനാണ്, കൽപ്പന അനുസരിക്കണമെന്നാണ്. അങ്ങനെ മനസ്സോടുകൂടിയാണ് രാമൻ്റെ പക്കൽ നിന്നും ഈ കൽപ്പന കേട്ടിട്ട് ലക്ഷ്മണൻ സീതയെ ഉപേക്ഷിക്കുവാനായിട്ട് വനത്തിൽ തപസാ നദിയുടെ തീരത്തേക്ക് പോകുന്നത്. അവിടെ ചെന്നതിന് ശേഷമാണ് ലക്ഷ്മണൻ സീതയോട് പറയുന്നത്, ഞാനത് വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് പോകുന്നില്ല. അപ്പോൾ പൂർണ്ണ ഗർഭിണിയാകാറായിരിക്കുന്ന സീത പറയുന്നുണ്ട്, എന്നെ നീ തിരിഞ്ഞ് നന്നായിട്ട് നോക്കിയിട്ട് പോകണമെന്ന്. അപ്പം ലക്ഷ്മണൻ പറയുന്നത്, ഞാൻ ഒരിക്കലും ഭവതിയുടെ പാദങ്ങൾക്ക് മുകളിലേക്ക് നോക്കിയിട്ടില്ല, ഞാൻ ഇനിയും നോക്കില്ല എന്നാണ് പറയുന്നത്. കാരണം എന്നും ലക്ഷ്മണൻ സീതയുടെ പാദത്തിൽ നമസ്കരിച്ചിട്ട്, അമ്മയെന്ന് കരുതി നമസ്കരിച്ചിട്ടാണ് ദിവസം ആരംഭിച്ചിരുന്നത് വനവാസകാലത്ത്. അപ്പോൾ അമ്മയായി കരുതിയ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുവാനായിട്ട് കഴിയാത്ത മനസ്സിൻ്റെ ഉടമയായിരുന്നു ലക്ഷ്മണൻ എന്ന് കാണും. ആ ലക്ഷ്മണൻ്റെ മനോവികാരങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്ന കുറേയധികം സന്ദർഭങ്ങൾ വേറെയുമുണ്ട്. വനത്തിൽ വെച്ച് സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ പല സന്ദർഭങ്ങളിലും സീത വഴികാട്ടുവാൻ വേണ്ടി തൻ്റെ ആഭരണങ്ങൾ വിളിച്ചറിയുമ്പോൾ കുറേയധികം ആഭരണങ്ങൾ വഴിയെ കിടക്കുന്നു. ലക്ഷ്മണനെ കൊണ്ടുവന്ന് ഈ ആഭരണങ്ങൾ രാമൻ കാണിച്ചിട്ട് ചോദിക്കുന്നു, ഈ ആഭരണങ്ങൾ ആരുടെയാണെന്ന് നിനക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മണൻ പറയുന്നു, ഈ പാദസരം എനിക്ക് കണ്ടാൽ അറിയാം ഇത് സീതയുടേതാണ്. ബാക്കിയുള്ള ആഭരണങ്ങളെല്ലാം സീതയുടേതായിരുന്നു. പക്ഷേ ഒരിക്കലും ആ സീതയുടെ പാദത്തിന് മുകളിലേക്ക് ലക്ഷ്മണൻ നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് ആ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത. അതാണ്. അതുപോലെ ഈ സീതയുടെ
അവസാന ഭാഗം, രാമായണത്തിൻ്റെ അവസാന ഭാഗത്ത് സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്യുന്നതിന് മുമ്പായിട്ട് കൈകേയിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ചതിയുടെ കഥയുണ്ട്. കൈകേയി ഈ രാമനും ലക്ഷ്മണനും കൊട്ടാരത്തിൽ ഇല്ലാതിരുന്ന സമയത്ത് സീതയെ നിർബന്ധിച്ച് രാവണൻ്റെ ചിത്രം വരപ്പിക്കുന്നു. ചിത്രവധം എന്ന് പറയുന്ന പരിപാടിയിലേക്ക് പോകുവാൻ വേണ്ടിയാണ്. അങ്ങനെ സീത ഈ കൈകേയിയുടെ നിർബന്ധത്തിന് വഴങ്ങി ചിത്രം വരയ്ക്കുന്നു. ആ ചിത്രം ഒരു പലകയിലാണ് വരച്ചത്. അന്ന് സന്ധ്യയ്ക്ക് ആ ചിത്രം വാങ്ങി കൈകേയി വെച്ചിട്ട് പറയുന്നു, എൻ്റെ കൊട്ടാരത്തിലുള്ള സ്ത്രീകളെ കാണിക്കുവാനാണെന്ന് സീതയോട് പറഞ്ഞിട്ടാണ് ചിത്രം വാങ്ങി വെക്കുന്നത്. അന്ന് സന്ധ്യയ്ക്ക് ഭജിക്കുവാനായിട്ട് രാമൻ ഇരിക്കുവാൻ കൊടുക്കുന്നത് ഈ ചിത്രപ്പലകയാണ്. അപ്പോൾ കൈകേയി പറയുന്നു, ഈ നിങ്ങളില്ലാത്തപ്പോഴൊക്കെ രാവണൻ്റെ അപദാനങ്ങളും രാവണൻ്റെ കീർത്തിയും പാടി പുകഴ്ത്തലാണ് സീതയുടെ ജോലി. ഇതിവിടെ കേട്ടപ്പോഴത്തേക്ക് രാമൻ അങ്ങ് കോപം വന്നു. രാമൻ ഈ പലകയിലേക്ക് സീതയെ കയറ്റിയിരുത്താൻ ലക്ഷ്മണനോട് പറയുന്നു. എന്നിട്ട് വാളുകൊണ്ട് ഈ പലകയിൽ വെച്ച് സീതയെ വധിക്കാൻ പറയുന്നു. അതിനെയാണ് ചിത്രവധം എന്ന് പറയുന്നത്. അതായത് രാവണനെ വരച്ചിട്ടുള്ള ചിത്രത്തിൽ സീതയെ കയറ്റിയിരുത്തിയിട്ട് വാളുകൊണ്ട് വെട്ടിക്കൊല്ലുവാൻ ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ അതിന് തയ്യാറാവുന്നില്ല. അപ്പോഴും ലക്ഷ്മണൻ പറയുന്നത്, അനീതിയും അമ്മയെ കൊല്ലലും വലിയ പാപമാണ്, ഞാനത് ഏറ്റെടുക്കില്ല എന്നാണ് ലക്ഷ്മണൻ പറയുന്നത്. അപ്പോഴും രാമൻ പറയുന്നു, ഞാൻ നിന്റെ ജ്യേഷ്ഠനല്ല, അയോധ്യയുടെ ചക്രവർത്തിയാണ് പറയുന്നത്, അനുസരിക്കാൻ നീ തയ്യാറാവുക. എന്തിനോ അനുസരിക്കേണ്ടി വന്നില്ല. ആ സന്ദർഭത്തിലാണ് ഭൂമി പിളർന്ന് ഭൂമിദേവി സീതയെ തൻ്റെ മടിയിലേക്ക് ആവാഹിച്ചുകൊണ്ട് താഴേക്ക് പോകുന്നത്. അങ്ങനെ അതിനുശേഷവും ലക്ഷ്മണന് ഈ രാമനുമായിട്ട് വഴക്കിടേണ്ടി വരുന്നുണ്ട്. രാമനെ പുറത്താക്കുന്നത് ഈ സീത ഭൂമിയിലേക്ക് അന്തർധാനം ചെയ്തതിന് ശേഷം ഒരു യോഗി രാമനെ കാണാനായിട്ട് അയോധ്യയിൽ വരുന്നു. അപ്പോൾ അയോധ്യയിലേക്ക് വന്ന യോഗി രാമനോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും മാത്രം ഇരിക്കുന്ന മുറിയിലേക്ക് മൂന്നാമതൊരാൾ കടന്നു വരാൻ പാടില്ല, നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം അങ്ങനെയാണ്. ആ വിഷയത്തെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ പറയുന്നു. അങ്ങനെയാണ്, അതുകൊണ്ട് അതിൻ്റെ കാവൽക്കാരനായിട്ട് ലക്ഷ്മണനെ നിർത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ രാമൻ ലക്ഷ്മണനോട് പറയുന്നു, ഒരു കാരണവശാലും ആര് വന്നാലും ഈ ഞങ്ങൾ സംസാരിക്കുന്നിടത്തേക്ക് ആരെയും കയറ്റി അയക്കരുത്. അങ്ങനെ കാവൽക്കാരനായിട്ട് ദ്വാരപാലകനായിട്ട് ലക്ഷ്മണൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ് സനക മഹർഷി രാമനെ കാണാൻ വരുന്നത്. അങ്ങനെ രാമനെ കാണാൻ വരുന്നു. രാമനോട് കാണാൻ അനുവാദം ചോദിക്കുന്നു, ലക്ഷ്മണനോട് അനുവാദം ചോദിക്കുന്നു. രാമൻ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അനുവാദം കൊടുക്കുന്നില്ല. അങ്ങനെ തർക്കത്തിൻ്റെ അവസാനം സനക മഹർഷിയോട് ലക്ഷ്മണൻ പറയുന്നു, ഞാൻ രാമഭഗവാനോട് ചോദിച്ചിട്ട് വരാം. അങ്ങനെ സനക മഹർഷിയുടെ നിർബന്ധത്താൽ ലക്ഷ്മണൻ രാമനും യോഗിയും ഇരിക്കുന്ന മുറിയിലേക്ക് കയറി ചെല്ലുകയും ഇതിൽ കോപാക്രാന്തനായിട്ട് രാമൻ ലക്ഷ്മണനോട് തട്ടിക്കയറുകയും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നതിനാൽ നിന്നെ രാജ്യത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയുകയും, അങ്ങനെ ആ പുറത്താക്കപ്പെട്ട രാമൻ, കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാമൻ, ചിലയിടത്ത് രാജ്യത്ത് നിന്ന് തന്നെ പുറത്താക്കിയെന്നാണ് പറയുന്നത്. കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലക്ഷ്മണൻ, രാമനാൽ പുറത്താക്കപ്പെട്ട ലക്ഷ്മണൻ അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ആരോടും മറുപടി പറയാതെ, ഊർമിളയോട് പോലും ഒരു അക്ഷരം മിണ്ടാതെ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. സരയൂ നദിയുടെ തീരത്തേക്കാണ് പോകുന്നത്. സരയൂ നദിയുടെ തീരത്തേക്ക് പോയി സരയൂവിൽ ഇറങ്ങിപ്പോകുന്ന കഥ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്രകാരം സരയൂവിൽ വെള്ളത്തിലേക്ക് താഴേക്ക് ഇറങ്ങിപ്പോകുന്ന സരയൂവിലേക്ക് പോകുന്ന രാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ അതിൽ അന്തർധാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ലക്ഷ്മണനെ കുറിച്ച്, ലക്ഷ്മണൻ്റെ ജീവിതത്തിൻ്റെ അവതാര ലക്ഷ്യത്തെക്കുറിച്ചും ലക്ഷ്മണൻ എന്തുകൊണ്ടാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതും ലക്ഷ്മണൻ്റെ ജീവിതത്തിലെ പൂരിപ്പിക്കേണ്ട ഇടങ്ങൾ എന്തൊക്കെയാണെന്നും ആരായിരുന്നു ലക്ഷ്മണൻ എന്നുള്ളതും അറിയേണ്ടതുണ്ട്. അതിനുവേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുക, അഭിപ്രായങ്ങൾ പറയുക, വിമർശനങ്ങൾ പറയുക, എല്ലാം സ്വീകരിക്കുന്നതാണ്. നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.